640 കണ്ടെയ്നറുകളാണ് നിലവിൽ അതിലുള്ളത്. അതിൽ 13 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് ഉള്ളത്. ഇത് വെള്ളവുമായി ചേർന്നാൽ വളരെ അപകടകരമായ ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ടത്. ഇതിൽ 367.1 ടൺ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ ഈ കണ്ടെയ്നറുകൾ ഉണ്ട് എന്നത്. അത് ഈ സൾഫർ വെള്ളവുമായി റിയാക്ട് ചെയ്താൽ സൾഫർ ഡയോക്സൈഡ് ആകും. അത് ആഗോളതാപനം, ആസിഡ് മഴ, അങ്ങനെ പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. 84.4 ടൺ ആണ് ഇതിനുള്ളിലുള്ള മറൈൻ ഗ്യാസ് ഓയിൽ. ഇത് സാധാരണ ഡീസലാണ്. അധിക സമയം കടലിൽ കിടന്നാൽ ഒരു പാട രൂപപ്പെടും എന്നുള്ളതാണ്. എന്തായാലും അതുപോലെ തന്നെ ആദ്യം ബാധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടാറൊക്കെയായി രൂപപ്പെടാൻ സാധ്യതകളുണ്ട്. മത്സ്യസമ്പത്തിനെയാണ് ഇത് കൂടുതലായി ബാധിക്കുക. പ്രത്യേകിച്ചും ചെറു സസ്യങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ കടലിലെ, അതിനെയൊക്കെ കാര്യമായി ഇത് ബാധിക്കുമെന്നതാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക. ഒപ്പം മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ മൺസൂൺ കാറ്റ് സജീവമായ സമയമാണ്. കാറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പാടിയുടെ വ്യാപനം കൂടും. നിലവിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടുള്ളതാണ്. കാറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് വലിയ പ്രദേശത്തേക്ക് എണ്ണ പടർന്നേക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഒപ്പം ഉടനെ നീക്കിയില്ലെങ്കിൽ ഇത് മെഴുകോ ടാറോ ഒക്കെ രൂപാന്തരപ്പെടുമെന്നാണ് വിദഗ്ധർ നൽകുന്നത്. കോസ്റ്റ് ഗാർഡ് ഇത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില രാസമൂലകങ്ങളൊക്കെ കടലിൽ വിതറിക്കൊണ്ട് പരമാവധി ഇന്ധനം പരക്കുന്നതും അല്ലെങ്കിൽ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാനുമുള്ള ശ്രമങ്ങൾ സാധ്യമായ നിലയിൽ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുമിച്ച് സംയുക്തമായി ഈ ദൗത്യം മുന്നോട്ട് പോകും. ഈ ടാർ ആയിക്കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ ടാർ രൂപത്തിൽ അത് കരയിൽ അടിയാനുള്ള സാധ്യത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇനി അഥവാ ഇത് നീക്കം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കരയിൽ ടാറ് വന്നടിയുകയും ചെയ്യും. അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ തീരദേശ മേഖലയ്ക്ക് വലിയ ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് നേരത്തെ ഷിബു ബേബി ജോൺ പറഞ്ഞത്. ശരിയാണ്, ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുന്നത് ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് എന്നത് പ്രത്യേകം ആളുകൾ ശ്രദ്ധിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ വന്നടിഞ്ഞിട്ടുള്ള ഓയിൽ ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ തീരപ്രദേശത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വലിയ രീതിയിൽ ഓയിൽ വന്നടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്നത് കൂടി സൂചിപ്പിക്കപ്പെടുന്നു. എന്തായാലും ഇതാണ് നിലവിലെ സാഹചര്യങ്ങൾ. അപ്പോൾ പ്രേക്ഷകരോട് ഒന്നുകൂടി പറയുകയാണ്, ഇത് അനാവശ്യമായ ഒരു ആശങ്ക പരത്തിലല്ല. പക്ഷേ വിവരങ്ങൾ നമ്മൾ വേണ്ട ജാഗ്രത പാലിക്കുക എന്നതാണ്. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്നു പോകാനുള്ള ഓരോന്നും അനുഭവങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതുകൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.